ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ അവസാനം വലിയൊരു യൂണിവേഴ്സ് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് പടം അവസാനിച്ചത്. കള്ളിയങ്കാട്, നീലി, ചാത്തൻ, ഒടിയൻ, മൂത്തോൻ എന്നിവരുടെ കഥയിലേക്ക് മായ, പുരാണം, ചരിത്രം, മിത്ത്, മിസ്റ്ററി, ഫിക്ഷൻ അങ്ങനെ എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ യൂണിവേഴ്സ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മലയാള പടവും കേരളത്തിലെ മിത്തിനെ മെയിനായി ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ലോക്കൽ സെറ്റപ്പ് അല്ല, ഹൈലി ഇന്റർനാഷണൽ ലെവൽ കൺസെപ്റ്റ് ആണ്. വെറും ഒടിയനും ചാത്തനും പ്രേതവും മാത്രമല്ല, അതിനും അപ്പുറത്തുള്ള സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ചാത്തൻ, ഒടിയൻ, പ്രേതം, ഭൂതം, മാടൻ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ കേരളത്തിൽ മാത്രമുള്ളതല്ല. ഇതിന് മറ്റു പല വെർഷൻസ് ലോകം മുഴുവനുണ്ട്. പേരും സാഹചര്യങ്ങളും പലതാണെങ്കിലും ഐറ്റം ഏകദേശം ഒരു വിലക്ക് തന്നെയാണ്. അപ്പോ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ചെയ്ത 2 ഡീകോഡിംഗ് വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവും. ഈ യൂണിവേഴ്സിന്റെ ശരിക്കുള്ള വലിപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മെയിൻ ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഇപ്പൊ പുറത്തിറങ്ങിയ ലോക ചാപ്റ്റർ 2 അനൗൺസ്മെന്റ് ടീസറിൽ നിന്ന് ഈ യൂണിവേഴ്സ് ഒരുപാട് വലുതാവാൻ പോകുന്നുവെന്ന് വ്യക്തമാണ്. ഇത് വെറും ഒരു പ്രൊമോഷൻ ടീസർ മാത്രമല്ല, ഇതിൽ ചാപ്റ്റർ 2ന്റെയും ചാപ്റ്റർ 3യുടെയും ചില ഏരിയകൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലെ ടോവിനോയുടെ ക്യാരക്ടറായ മൈക്കിളും ദുൽഖറിന്റെ ചാർലിയും ഒരുമിച്ചിരുന്ന് വാറ്റടിക്കുന്നതാണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും, മൈക്കിളും ചാർലിയും നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ഇതിൽ മൈക്കിൾ ചാർലിയോട് ഒരു ബുക്കിനെ പറ്റി പറയുന്നുണ്ട്, ദേ ലിവിങ് എമംഗ് അസ്, എന്നിട്ട് പറയുന്നത് ഈ ബുക്ക് നമ്മളെ പറ്റിയാണെന്നാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ കല്ലിയങ്കാട് നീലിയായിരുന്നു, രണ്ടാമത്തെ ചാപ്റ്റർ തന്റേതാണെന്നും മൈക്കിൾ ചാത്തൻ പറയുന്നുണ്ട്. ഇനി ആ ബുക്കിനെ കുറിച്ച് പറഞ്ഞ ആ ബുക്കാണ് ശരിക്കും പറഞ്ഞ ഈ യൂണിവേഴ്സ്. അതിലുള്ള ഓരോ ചാപ്റ്റർ ആണ് കല്ലിയങ്കാട് നീലി, ചാത്തൻ, ഒടിയൻ. ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് കടമറ്റത്ത് കത്തനാരാണ്. ദ ലിവിങ് എമംഗ് അസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മിത്തെന്ന് വിചാരിക്കുന്ന പല കഥകളും സത്യമാണ്. അതിലെ പല ശക്തികളും മനുഷ്യർക്കിടയിൽ മനുഷ്യരായി ജീവിക്കുന്നു. നീലി, ചാത്തൻ, ഒടിയനൊക്കെ പോലുള്ള സൂപ്പർ നാച്ചുറൽ ബീങ്സും മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് ഈ ബുക്കിൽ പറയുന്നത്. അവർ ഓരോരുത്തരുടെയും കഥകളാണ് ഓരോ ചാപ്റ്ററുകളായി ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്ററായ കള്ളിയങ്കാട്ട് നീലി കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ ചാത്തനാണ്. ടോവിനോ തോമസിന്റെ ലീഡിലാണ് ചാപ്റ്റർ 2 വരുന്നത്. ടോവിനോ മൾട്ടിപ്പിൾ റോൾ വരാൻ പോകുന്ന ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ചാപ്റ്റർ ആയിരിക്കും ചാത്തൻ. ഇനി ചാത്തനെ കുറിച്ച് പറഞ്ഞ ചാത്തനെ പറ്റി അറിയോ? നമ്മൾ ചാത്തനെ കുറിച്ച് മാത്രം ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിരുന്നു, എന്നാലും ഷോർട്ടായിട്ട് പറഞ്ഞോ. പുരാണങ്ങളിൽ പറയുന്നത് ചാത്തൻ ഭഗവാൻ ശിവന്റെ അംശമാണെന്നാണ്. ചാത്തനെ എടുത്തു വളർത്തിയ നമ്പൂതിരിക്ക് ചാത്തനൊരു വലിയ ശല്യമായി മാറിയപ്പോ വേറെ വഴിയില്ലാണ്ട് നമ്പൂതിരി ചാത്തനെ വെട്ടിക്കൊന്നു. എന്നിട്ടും മരിക്കാത്ത ചാത്തനെ 400 കഷ്ണങ്ങളാക്കി വെട്ടി ഹോമകുണ്ടങ്ങളിൽ നിറച്ചു. എന്നാൽ ഈ ഹോമകുണ്ടം പൊട്ടിത്തെറിച്ച് ഈ 400 കഷ്ണങ്ങളിൽ നിന്നും 400 ചാത്തന്മാര് രൂപം കൊണ്ടു. ഈ 400 ചാത്തന്മാരും 400 വികാരങ്ങളുടെ രൂപമായിരുന്നു. പൊതുവെ അപകടകാരികളായിരുന്ന ചാത്തന്മാർ ഒരു നാടിനെ തന്നെ ക്രൂരമായി ആക്രമിച്ചു. ഇതിനെ തുടർന്ന് വലിയ മന്ത്രവാദികളുടെ ഒരു വലിയ സംഘം ചാത്തന്മാരെ ബന്ധിക്കാൻ വന്നു. അങ്ങനെ ചാത്തന്മാരും മന്ത്രവാദികളും തമ്മിൽ നടന്ന യുദ്ധത്തില് 10 ചാത്തന്മാർ മരണപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന 390 ചാത്തന്മാരും ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി ചിതറിപ്പോയി. ഇതാണ് ചാത്തന്മാരെ പറ്റിയുള്ള ഒരു കഥ. ഈ കഥ തന്നെയാവും ലോകയിലും. കാര്യം ഞാൻ ഈ പറഞ്ഞ കഥയിലെ ചില സംഭവങ്ങൾ ലോകയുടെ ടൈറ്റിൽ ക്രെഡിറ്റിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോ ആ 390 ചാത്തന്മാരിൽ ഒരാളാണ് മൈക്കിൾ. മൈക്കിൾ പൊതുവെ ഭയങ്കര ഫണ്ണാണ്. പുള്ളി ഒരു മജീഷ്യൻ ആണ്. കോമാളി കളിച്ച് നടക്കുന്നുണ്ടെങ്കിലും ആള് ഭയങ്കര പവർഫുൾ ആണ്. ലോക ചാപ്റ്റർ 2ന്റെ ഒരു പ്രധാന പ്ലോട്ട് പ്രമോയിൽ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഈ 390 ചാത്തന്മാരിൽ 2 ചാത്തന്മാർ തമ്മിൽ നടക്കുന്ന ഒരു സിവിൽ വാർ ആണ് ചാപ്റ്റർ 2. ഈ 390 ചാത്തന്മാരിൽ റിവീൽ ചെയ്തിട്ടുള്ളത് 2 ചാത്തന്മാരെയാണ്. ഒന്ന് മൈക്കിളിനെയും 2 മൈക്കിളിന്റെ ചേട്ടൻ ചാത്തനെയും. ചാത്തേട്ടന്റെ പേര് പറഞ്ഞിട്ടില്ല. മൈക്കിൾ ആള് ഭയങ്കര ഫണ്ണാണെങ്കിൽ ചേട്ടൻ മുട്ടൻ ഡേഞ്ചർ ആണ്. പുള്ളി അത്ര ഫണ്ണല്ല, ഇച്ചിരി വയലന്റാ. ലോകയുടെ പോസ്റ്ററിൽ നമ്മൾ കണ്ടൊരു കാര്യമാണ്, ഈ പ്രാന്തൻ ചേട്ടനെ കാണിക്കുമ്പോൾ മൈക്കിള് പേടിക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രമോയിലും പ്രാന്തൻ ചേട്ടനെ മൈക്കിളിന് ഇച്ചിരി പേടിയുള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, മൈക്കിളിനെക്കാളും പവർഫുൾ ആണ് പ്രാന്തൻ ചാത്തൻ. അതുകൊണ്ടാണ് ഒരു ഹെൽപ്പിന് മൈക്കിള് ചാർലിയെ വിളിക്കുന്നത്. മെയിൻ ആയിട്ട് യുദ്ധം മൈക്കിളും പ്രാന്തനുമായിട്ടാണെങ്കിലും മറ്റ് ചാത്തന്മാരും ഇതിൽ ഇൻവോൾവ് ആവും. അതിനെപ്പറ്റിയൊരു ഹിന്റ് ഈ ടീസറിൽ തന്നെ ഉണ്ട്. പ്രാന്തൻ മൈക്കിളിനെ പിടിക്കുമ്പോൾ ബാക്കി 388 ചാത്തന്മാരെയും കാണാം. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ചാപ്റ്റർ 2ൽ 2ൽ കൂടുതൽ ചാത്തന്മാരെ ഇറക്കി വിട്ടേക്കാം. അപ്പോ ടൊവിനോയുടെ ഒരു മൾട്ടിപ്പിൾ റോള് കൺഫേം ആണ്. ടൊവിനോയുടെ രൂപത്തിലുള്ള പല വെർഷനും ചാപ്റ്റർ 2ൽ കാണാം. പിന്നെ മൈക്കിളിന് ഓപ്പോസിറ്റ് വരുന്നത് പ്രാന്തൻ ചാത്തൻ മാത്രമായിരിക്കത്തില്ല. തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയത്തോണ്ടായിരിക്കുമല്ലോ ചാർലിയെ വിളിച്ചത്. ഇതിൽ ചാർലി മൈക്കിളിനോട് പറയുന്നുണ്ട്, നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ എന്തിനാണ് ഞാൻ തലയിടുന്നതെന്ന്. അപ്പോ മൈക്കിൾ പറയുന്നത് നമ്മൾ ഒരു കുടുംബമല്ലേ എന്നാണ്. അപ്പോ ഇതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ചേട്ടൻ ചാത്തന് വേണ്ടത് മൈക്കിളിനെ മാത്രമല്ല മൂത്തോനെയും കൂടിയാണ്. മൂത്തോൻ ഇതിലേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ചാർലിയും നീലിയും കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നമാണ്. കാര്യം കത്തനാര് നീലിയോട് സഹായം ചോദിക്കുന്നത് മൂത്തോന് വേണ്ടി 2 കുഴപ്പക്കാരെ പിടിക്കാനാണ്. അതിലൊരുത്തനൊരു ചാത്തനാ.
അപ്പോ ഇവരെല്ലാം കൂടി പിടിച്ചാൽ ചാത്തൻ ഈ ഭ്രാന്തനാവാം. പിന്നെ ഒരു കാര്യം, ഈ ഭ്രാന്തൻ ചാത്തന്റെ സൈഡിലും കുറെ ചാത്തന്മാരുണ്ട്, നമ്മുടെ മൈക്കിളിന്റെ സൈഡിലും ചാത്തന്മാരുണ്ട്. ഇത് പറയാൻ കാരണം മൈക്കിൾ ചാർലിയോട് പറയുന്ന ഒരു കാര്യമാണ്, താൻ വരും, ഇല്ലെങ്കിൽ എന്റെ ചാത്തന്മാർ തന്നെ കൊണ്ടുവരുമെന്ന്. അപ്പോ മൈക്കിളിന്റെ സൈഡിലും ചാത്തന്മാരുണ്ട്. പിന്നെ ആ ഭ്രാന്തൻ ചാത്തൻ എന്തിനാ മൂത്തോനെ മൈക്കിളിനെ പിടിക്കാൻ വരുന്നെന്ന് ചോദിച്ചാ അതിന്റെ സ്റ്റോറി നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും ചിലപ്പോ ഇവരൊക്കെ ഇതിലേക്ക് ഇൻവോൾവ് ആവാം. പിന്നെ ഇവരൊക്കെ തമ്മിൽ ഓൾറെഡി ഒരു ബാറ്റിൽ നടന്നിട്ടുണ്ടെന്ന് പ്രമോയിൽ കൺഫേം ആണ്. കാര്യം ഭ്രാന്തൻ ചാത്തനെ പറ്റി ചാർലി വ്യക്തമായി പറയുന്നുണ്ട്, അവനൊരു ഭ്രാന്തനാണെന്ന്. അതുമാത്രമല്ല, എന്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് മൈക്കിൾ ഒരു മുൻകരുതലാണ് ചാർലിക്ക് കൊടുക്കുന്നത്. ഈ യൂണിവേഴ്സിന്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടി വന്ന ഏറ്റവും മികച്ച അനൗൺസ്മെന്റ് തന്നെയാണ് ചാപ്റ്റർ 2. എക്സ്പെക്ടേഷൻ ലെവലൊക്കെ വരാൻ പോകുന്ന മറ്റു വലിയ പടങ്ങളെക്കാൾ ഒരു പടി മുകളിലാണ്. എന്നാൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ് ചാപ്റ്റർ 3ക്ക് കൊടുത്ത ബിൽഡപ്പ്. ചാപ്റ്റർ 2 ഒരേ രൂപത്തിലുള്ള 390 പേരും അവർ തമ്മിലുള്ള വാറും അങ്ങനെ അത് ഹൈയിൽ നിൽക്കുമ്പോ ചാപ്റ്റർ 3 ഒടിയൻ ഇതിന് മണ്ടൽ എന്തെങ്കിലും കൊടുക്കണം. അതിങ്ങനൊക്കെ വന്ന ഒരു രക്ഷയില്ല. ഹിറ്റ്ലറിനെ കൊന്നത് ഒടിയനാണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ഒടിയനെ പറ്റി പറയാം. മലയാളികൾക്ക് ഒടിയനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മൾ 2018 ഇതൊക്കെ അറിഞ്ഞതാ. എന്നാലും ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. പണ്ട് വടക്കൻ കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ ഇരുട്ടിന്റെ മറവിൽ മായാജാലങ്ങളും മന്ത്രജാലങ്ങളും കാണിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ഒടിയൻ. മന്ത്രവിദ്യകളും അഭ്യാസമുറകളും പഠിച്ചവർ പല രൂപത്തിൽ മനുഷ്യനെ വേട്ടയാടിയിരുന്നു. അന്തകാലത്ത് പല രാജാക്കന്മാരും യുദ്ധത്തിനും മറ്റും ഒടിയന്മാരെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ ഒരു ഒടിയനല്ല ലോകയിലെ ചാർലി. ഈ ഒടിയന്മാർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടെങ്കിലും അവർ ഇമ്മോർട്ടൽ അല്ല. ഒടിയൻ എന്നത് പാരമ്പര്യമായി കൈമാറി വരുന്ന ഒന്നാണ്. ഒരൊടിയൻ മരിക്കുമ്പോൾ അവരുടെ ചോരയിലുള്ള മറ്റൊരാളെ ജന്മനാ പരിശീലിപ്പിച്ച് ഒടിയനാക്കി മാറ്റും. അങ്ങനെ ഒരൊടിയന്റെ കാലശേഷം അടുത്തൊടിയൻ ഒടിവെക്കും. ഇതിങ്ങനെ കൈമാറി വരുന്ന ഒന്നാണ്, അല്ലാതെ ഒടിയന്മാര് ചിരഞ്ജീവികളല്ല. എന്നാൽ ചാർലി ഇമ്മോർട്ടൽ ആണ്, മരണമില്ലാത്തവനാണ്. ലോകയുടെ ടൈറ്റിൽ ക്രെഡിറ്റിൽ പല കാലങ്ങളിൽ പല രൂപത്തിലുള്ള ചാർലിയെ കാണാം. എന്നാൽ അത് മാത്രമല്ല, അനൗൺസ്മെന്റ് ടീസറിൽ മൈക്കിൾ ചാർലിയോട് പറയുന്നുണ്ട്, എടാ എപ്പോഴെങ്കിലും ഒക്കെ വാടോന്ന്, 50 വർഷം കൂടുമ്പോഴോ 100 വർഷം കൂടുമ്പോഴോ ഒക്കെ വരാൻ. അപ്പോ ഇതിൽ നിന്ന് വ്യക്തമാണ് ചാർലി എന്ന ഒടിയൻ ഒരു ചിരഞ്ജീവിയാണ്. അതിന് നീലിയെ പോലെ മറ്റെന്തെങ്കിലുമൊക്കെ കഥ ഉണ്ടായിരിക്കും. അപ്പോ ഇതിൽ നിന്ന് വ്യക്തമാണ് ചാർലി ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളല്ല, ലോകം മൊത്തം കറങ്ങി നടക്കുന്ന ഒരു വാരിയർ ആണ്. ഈ ഒരു കാര്യം ഹിറ്റ്ലറിന്റെ മരണത്തിൽ ഒടിയന്റെ റോളിന് ഒരു കണക്ഷൻ കൊടുക്കുക. ഇനി ഹിറ്റ്ലറിനെ കുറിച്ച് പറയാം. ഹിറ്റ്ലറിനെ അറിയാലോ, ലോകത്തിലെ ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപത്യ ഭരണാധികാരി. ജയിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിച്ച പരിപാടി ഒന്നും ലോകത്ത് ആരും ചെയ്തു കാണത്തില്ല. ചെങ്കിസ് ഖാന് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഭരണാധികാരിയാണ് ഹിറ്റ്ലർ. ഏകദേശം 1 കോടിയിലധികം ആൾക്കാരെയാണ് ഹിറ്റ്ലർ കൊന്നത്. അങ്ങനെയുള്ള ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ യുദ്ധം തോൽക്കുമെന്ന് പേടിച്ച് ഭാര്യയ്ക്കും വളർത്തുനായ്ക്കും സൈനൈഡ് കൊടുത്ത ശേഷം സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഹിറ്റ്ലറുടെ മരണത്തിനും ഒരുപാട് കോൺസ്പിറസികളുണ്ട്. ഇപ്പൊ നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല, ഡയറക്റ്റ് കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഹിറ്റ്ലറിന്റെ മരണവും ഒടിയനും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു സാധ്യതയുണ്ട്. ജർമ്മൻ ഷിപ്പേഡ്. ലോക സിനിമയിൽ ചാർലിക്കൊപ്പം എപ്പോഴും ഒരു കൈയില്ലാത്ത ജർമ്മൻ ഷിപ്പേഡിനെ കാണിക്കുന്നുണ്ട്. അതിന് ഈ ഒടിയൻ സങ്കല്പങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒടിയന് മൃഗങ്ങളുടെ ഒടിവേഷം കിട്ടുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും. അതുപോലെയാണ് ഇവിടെ ഒരു കൈയില്ലാത്ത നായെ കാണിച്ചിരിക്കുന്നത്. അതും ഒരു ജർമ്മൻ ഷിപ്പേഡാണ്. ഇനി ഈ ജർമ്മൻ ഷിപ്പേഡിനെ കുറിച്ച് പറഞ്ഞാൽ അത് ലോകം മൊത്തം ഫേമസ് ആയത് ഹിറ്റ്ലറിലൂടെയാണ്. ഹിറ്റ്ലറിനും ഒരു ജർമ്മൻ ഷിപ്പേഡ് ഉണ്ടായിരുന്നു. പൊതുവെ കൽപ്പനായിരുന്ന ഹിറ്റ്ലറിന് നായെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ വളർത്തുന്നയാളുടെ പേരാണ് ബ്ലോണ്ടി. ഈ ബ്ലോണ്ടി ഇപ്പോഴും ഹിറ്റ്ലറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ കൂടാതെ ബങ്കറിലും ക്യാമ്പിലും വരെ കയറാൻ പെർമിഷൻ ഉള്ളത് ബ്ലോണ്ടിക്ക് മാത്രമായിരുന്നു. എന്നാൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത ദിവസം ബ്ലോണ്ടിക്ക് മേൽ സൈനൈഡ് പരീക്ഷണം നടത്തിയ ശേഷമാണ് സ്വയം ഷൂട്ട് ചെയ്ത് മരിച്ചത്. ഇങ്ങനെ ഒരു കണക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഹിറ്റ്ലറിനെ തീർക്കാൻ മറ്റ് രാജ്യങ്ങളിൽ ചേർത്ത പണിയില്ല. കാരണം ഇങ്ങനെ അത്രയ്ക്ക് ഡേഞ്ചർ ആയിരുന്നു. മനുഷ്യന്റെ മേൽ ഇങ്ങനെ ചെയ്ത പരീക്ഷണങ്ങളൊന്നുമില്ല. സ്പീഡ് തൊട്ട് സോംബി വരെ പരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഹിറ്റ്ലറിന്റെ നേർക്ക് നേരെ വന്ന് നിൽക്കാൻ പോലും പലർക്കും പേടിയായിരുന്നു. അങ്ങനെ ഹിറ്റ്ലറിനെ കൊല്ലാൻ 100 കണക്കിന് ആൾക്കാർ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് കണക്ട് ചെയ്യാതിരിക്കും. അങ്ങനെ നമുക്ക് വീണ്ടും ഈ പ്രമോയിലേക്ക് വരാം. ഇവിടെ മൈക്കിൾ ചാർലി വിളിക്കുന്നുണ്ട്, നമുക്ക് നോക്കാമെന്ന് ചാർലി പറയുന്നുണ്ട്. മൈക്കിളിന് ഒരു പ്രശ്നം വരുമ്പോഴേ ചാർലി വരും. ഇപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ, ചാർലിയും മൈക്കിളും മീറ്റ് ചെയ്യുന്നത് തന്നെ നൂറ്റാണ്ടുകൾ കൂടുമ്പോഴാ. 100 വർഷം കൂടുമ്പോഴെങ്കിലും വന്നൂടെ എന്നാ മൈക്കിൾ ചോദിക്കുന്നത്. അപ്പോ ചാർലി പോയിട്ട് ഒരു 10-200 വർഷത്തിന് മുകളിലെങ്കിലും ആയി കാണും. ഹിറ്റ്ലറിനൊക്കെ തട്ടുന്നതിന് മുമ്പാവാൻ ചാർലിയും മൈക്കിളും അവസാനമായിട്ട് കണ്ടത്. അതിനുശേഷം കാണുന്നത് ഇപ്പോഴായിരിക്കും. അത് ഏതാണ്ട് കഴിഞ്ഞ ആഴ്ച നടന്ന പോലെ ഹിറ്റ്ലറിനെ കൊന്നത് താനല്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോ ഇപ്പൊ പോകുന്ന ചാർലി എപ്പോ വരും എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ വന്നേ പറ്റൂ. കാരണം ഈ യൂണിവേഴ്സിന്റെ പ്രസന്റ് ടൈം ലൈൻ ഇതാണ്.
ഇനിയൊരു കാര്യം, ഇത്രയും വർഷത്തിന് ശേഷം ചാർലി ഇപ്പൊ എന്തിനാണ് മടങ്ങി വന്നത്? വരാൻ പോകുന്ന കഥയുടെ മെയിൻ പോയിന്റ് ആണ് ഇത്. ചാർലി മാത്രമല്ല, നീലി മൈക്കിളും ഒക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് അവിടേക്ക് മടങ്ങി വരുന്നത്. ലോകയിൽ നീലിയെ മടക്കിക്കൊണ്ട് വരുന്നത് മൂത്തോനാണ്. അത്യാവശ്യമായി ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ടെന്നും പറഞ്ഞാണ് നീലിയെ വിളിച്ചു വരുത്തുന്നത്. എന്നാൽ വിളിച്ചു വരുത്തിയ പണി തുടങ്ങുമ്പോൾ നീലി അടുത്ത വള്ളി ചെന്ന് ചാടി. ഇവിടെ അതുപോലെ തന്നെ നീലിയെ വിളിച്ചു വരുത്തിയതുപോലെ എന്തോ മിഷന്റെ ഭാഗമായിട്ട് മൂത്തോൻ തന്നെ ആവാം ചാർലിയും മൈക്കിളിനെ വരുത്തിയതും. ഇവിടെ മൈക്കിളിനെയും വിളിച്ചു വരുത്തിയാണോ എന്നൊരു ചോദ്യം വരും. കാരണം മൈക്കിളിന് ഒരു ക്ലിനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോ മൈക്കിൾ അവിടെ തന്നെ ഉണ്ടാവേണ്ട ആവണ്ടേ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ആ ക്ലിനിക്കിന്റെ കോലം തന്നെയാണ്. ഒരു 10-30 വർഷം പഴക്കമുള്ള ഉപയോഗശൂന്യമായ രീതിയിലാണ് ആ ക്ലിനിക്ക് ഉള്ളത്. അപ്പോ മൈക്കിളും ഇപ്പൊ വന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം ഇവർ 3 പേരും ഒരുപോലെ വന്നെങ്കിൽ അത് മൂത്തോൻ കൊണ്ടുവന്നതാണ്. എന്തിനെന്ന് ചോദിച്ചാൽ 2 ഉത്തരങ്ങളുണ്ട്. 1 ഇഷ്താർ, 2 ചാത്തൻ. ചേട്ടൻ ചാത്തൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും മൂത്തോനെയും എന്നെയാണ് അവന് വേണ്ടതെന്നും മൈക്കിള് പറയുന്നുണ്ട്. അപ്പോ ഈ മൈക്കിളും മൂത്തോനും ചേർന്ന് ഭ്രാന്തന് നല്ലൊരു പണി കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന് പക വിട്ടാൻ അവൻ എന്തായാലും വരും. ഭ്രാന്തൻ ചാത്തൻ കുഴപ്പക്കാരനും മൂത്തോന് ഗ്യാങ്ങിന് ഓപ്പോസിറ്റ് ആയതുകൊണ്ടും ഭ്രാന്തൻ ചാത്തൻ ഇഷ്തറിന്റെ ഗ്യാങ് ആവാം. കാര്യം ചാത്തൻ താമസിക്കുന്ന ആ ഗുഹയിലാണ് ഇഷ്തറിന്റെ പ്രതിമ ഉള്ളത്. അപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ സംഭവിക്കാം. പിന്നെ ഒരു വലിയ സാധ്യത, കുഴപ്പക്കാരനായ ഒരു ചാത്തനെ പിടിക്കാൻ മൂത്തോന് നീലിയുടെ സഹായം ആവശ്യമായിരുന്നു. അപ്പോ ആ ചാത്തനെ പിടിക്കാനുള്ള ടീമിനെ മൂത്തോന് സെറ്റ് ചെയ്ത് കൊടുത്തത് കത്തനാരാണ്. കത്തനാരുമായി കണക്ഷനുള്ള 3 പേരുണ്ട്. 1 നീലി, അത് നമ്മൾ പടത്തിൽ കണ്ടതാണ്. 2 ഒടിയൻ. ഒടിയന്മാരും കത്തനാരും തമ്മിലുള്ള ബന്ധം ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. ഈ ഒടിയന്മാർ കൊടി വെച്ചാണ് കത്തനാർ രക്ഷപ്പെട്ടത്. അപ്പോ ഒടിയൻ ടീമിൽ വരുന്നത് കത്തനാർ വഴിയാണ്. 3 ചാത്തൻ. മൂത്തോന് ഭീഷണിയായി നിൽക്കുന്ന ചാത്തനെ പിടിക്കാൻ നീലിയും ഒടിയനെയും കത്തനാർ സെറ്റ് ചെയ്തതാണ്. എങ്കിലും ചാത്തനെ പിടിക്കാൻ അവര് മാത്രം പോരാ, അതുപോലെ ഒരാൾ തന്നെ വേണം. അങ്ങനെ ഒരാൾ കത്തനാരുടെ അടുത്ത് ഉണ്ടായിരുന്നു. കടമറ്റത്ത് കത്തനാർ ഒരു ചാത്തനെ തളച്ച് അടിമയാക്കി വെച്ചിരുന്നു. ഒരുപക്ഷെ കത്തനാരുടെ ആ ചാത്തനാവാം മൈക്കിൾ. ചാത്തനെ പിടിക്കാൻ ചാത്തൻ തന്നെ വേണം. ഈ മുള്ളിനെ മുള്ളോണ്ടെടുക്കുന്ന പരിപാടി. അപ്പോ അന്ന് പിടിച്ച് ഈ ഡേഞ്ചർ ചാത്തനെ ഇപ്പോ ആരെങ്കിലും തുറന്നു വിട്ടതാകാം. അതുകൊണ്ടാവാം സ്വന്തം ബ്രദറായ മൈക്കിളിനെയും പിന്നെ മൂത്തോനെയും പിടിക്കാൻ പ്രാന്തൻ ചാത്തൻ വരുന്നത്. ഈ ഒരു ബാറ്റിൽ മുൻകൂട്ടി കണ്ടതുകൊണ്ടാവാം മൂത്തോൻ ഒടിയനെയും ചാത്തനെയും നീലിയും ഇറക്കിയത്. സോ ചാപ്റ്റർ 2-ൽ മൂത്തോനായി മമ്മൂക്കയുടെ ഒരു മാരക എൻട്രി പ്രതീക്ഷിക്കാം. അപ്പോ തൽക്കാലം ഇത്രയാണ്. ബാക്കി പടം OTT വന്നിട്ട്